ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനവുമായി ആരോഗ്യവകുപ്പ്. ബാലരാമപുരം ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയത്. ഷിഗല്ല ബാധിച്ചയാൾ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ചു വരുന്നതായും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. നമ്മുടെ ഏരിയയിൽ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഷിഗല്ല. അത് MC സ്ട്രീറ്റിൽ 7-ാം വാർഡ് 7 അവിടെ ഒരു ലേഡിക്ക് ഒരു ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് സാഹചര്യം അണ്ടർ കൺട്രോളാണ്. വേറെ നമ്മൾ പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ പരിസരത്തോ ആ വീട്ടിലോ തന്നെ മറ്റ് വേറെ ആർക്കും തന്നെ രോഗലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബാലരാമപുരം മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തകരുൾപ്പെടെ വീടുകൾ തോറും ബോധവൽക്കരണം നടത്തിവരുന്നത്. വൃത്തിഹീനമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സന്ദർശിച്ചു. ഷിഗല്ല രോഗത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ബിജു പറയുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോട്ടലുകളിൽ നമ്മൾ കുടിവെള്ള വിതരണം അല്ലെങ്കിൽ നമ്മൾ കൈ കഴുകുന്ന സ്ഥലം അവിടെയൊക്കെ നമ്മൾ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സാഹചര്യം നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ബാലരാമപുരം പഞ്ചായത്തിൽ സമയത്തും ഇല്ല. ഒരു കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പ്രതിരോധ പ്രവർത്തനം എങ്ങനെയായിരിക്കും നമുക്കൊരു ഷിഗല്ല വരാതെ ഒരാൾക്ക് സൂക്ഷിക്കേണ്ടത്? ഏത് തരത്തിലാണ്? നമുക്ക് അറിയുന്നത് പോലെ ഷിഗല്ല ഒരു എന്താ പറയുക, അത് മനുഷ്യ വിസർജ്യം ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ ഉള്ളിൽ വന്നാലാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രോഗമുള്ള ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് കൈ കഴുകുന്നില്ല, കൈ കഴുകാതെ ഭക്ഷണം പാചകം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പാചകം ചെയ്ത ഭക്ഷണം വേറെ ആരെങ്കിലും കഴിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഈ മലിനമായ കുടിവെള്ളം നമ്മൾ കുടിക്കേണ്ടി വരിക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രോഗവ്യാപനം അല്ലെങ്കിൽ രോഗമുള്ള ഒരാൾ ഓപ്പൺ എയറിൽ ഇതിന് പോയിട്ട് മലമൂത്രം ഇതിന് വേണ്ടി പോയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുളവോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വാട്ടർ ബോഡിയിൽ അവരിങ്ങനെ ഇത് മലിനപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മുടെ ഉള്ളിൽ പോവുകയാണെങ്കിൽ വരാം. പിന്നെ നമ്മൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ കഴുകാതെ ഉപയോഗിക്കുന്നതിലൂടെ വരാം. ഇതൊക്കെയാണ് പൊതുവായ രീതിയിൽ ഇത് പകരാനുള്ളൊരു സാഹചര്യം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗവ്യാപനം ഉള്ള ഒരാളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റ് വേണമെങ്കിൽ വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങളാണ് ഈ രോഗവ്യാപനം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണങ്ങൾ. വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക. തിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വെട്ടിത്തിളച്ചിട്ടും ഒരു 10 മിനിറ്റോളം വെട്ടിത്തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുക വെള്ളം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള രോഗാണുക്കളൊക്കെ പൂർണ്ണമായി നശിക്കത്തുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കൂടെ ഒരിക്കലും ഷിഗല്ല രോഗം പകരത്തില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളം നല്ലവണ്ണം ചൂടാക്കി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മൾ ഈ പല കടകളിലും പോയിട്ട് നമ്മളിപ്പോൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ അവർ ഉപയോഗിക്കുന്ന വെള്ളം നല്ല വെള്ളമാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം. ഇത് ഷിഗല്ല ബാധിക്കുന്ന ഏത് വഴിയാണ്? വെള്ളത്തിലൂടെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫീക്കോ ഓറൽ റൂട്ടാണെന്ന് പറഞ്ഞാൽ മനുഷ്യ വിസർജ്യം ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ പോകുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ രോഗവ്യാപനം ഉണ്ടാകുന്നത്. ഷിഗല്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം ബാക്ടീരിയയാണ്. അത് മനുഷ്യൻ്റെ ഇതിൽ കൂടെ എക്സ്ക്രീറ്റ വഴിയാണ് പുറത്ത് പോകുന്നത്. അപ്പം അത് എങ്ങനെയെങ്കിലും തരത്തിൽ ഉള്ളിൽ പൊക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗം പകരും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനിയുണ്ടാവും, വയറിളക്കം, നല്ല ക്ഷീണം ഉണ്ടാവും, മാത്രമല്ല ഈ മലത്തിൽ കൂടെ ചോര പോകുന്നൊരവസ്ഥയുണ്ടാവും. അതാണ് ഈ പറഞ്ഞ രോഗത്തിൻ്റെ ലക്ഷണം. പൊതുവിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വയറിളക്ക രോഗമുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഭക്ഷണം പാചകം ചെയ്യുകയോ അത് വിളമ്പുകയോ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള വേറൊരു ആളുമായിട്ട് ഒരു കാരണവശാലും ക്ലോസ് കോണ്ടാക്റ്റിന് പോകരുത്. തീർച്ചയായിട്ടും അവരുമായിട്ടൊരു അകലം പാലിക്കണം. മറ്റുള്ളവരുമായിട്ട് തീർച്ചയായിട്ടും ഒരു അകലം പാലിക്കുക. അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ക്ലോസ് കോണ്ടാക്റ്റിന് പോകരുത് എന്നുള്ളതാണ് അവർ പാലിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പ്രത്യേകം തൂവാലകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ അവർക്ക് വേണ്ടി തന്നെ പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുക. സേഫ് ഡ്രിങ്കിങ് പ്രാക്ടീസാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. അതായത് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക.
അതല്ലാതെ നമ്മൾ കുടിക്കുന്ന മിനറൽ വാട്ടറൊന്നും കുഴപ്പമില്ല, എങ്കിൽ പോലും നമ്മൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഈ ചില കുട്ടികളുണ്ട്, ഈ കുട്ടികൾക്കൊക്കെ വയറിളക്കം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഡൈപ്പർ മാറ്റുക അല്ലെങ്കിൽ അവരെ ക്ലീൻ ചെയ്യുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളിലോട്ട് അവർ കടക്കാൻ പാടുള്ളൂ. പിന്നെ ഇത്രയും രോഗലക്ഷണമുള്ള ആൾക്കാർ അവർ ജോലിയിലുള്ള ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക. മാത്രമല്ല ഒരു കാരണവശാലും സ്കൂളിൽ പോകരുത്, അംഗനവാടി വിടുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാതിരിക്കുക. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ ഈ രോഗം ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറിളക്കം ഉള്ള എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി റെസ്റ്റ് എടുക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുക, പിന്നെ നാരങ്ങ ഉപ്പും മധുരം ഇട്ട് കുടിക്കുക, അതുപോലുള്ള കരിക്കും വെള്ളം കുടിക്കുക. പിന്നെ ORS നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ORSൻ്റെ ലൈന് കിട്ടും, അത് കുടിക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ രോഗലക്ഷണമുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. 2 ദിവസം മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട കോവളം MLA ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കോവളം നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ചാർജ് മെഡിക്കൽ ഓഫീസർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇത് കണക്കുള്ള പകർച്ചവ്യാധികളെ കുറിച്ചുള്ള ഒരു അവലോകനം അദ്ദേഹം നടത്തുകയുണ്ടായി. പഞ്ചായത്തിൽ പ്രസിഡന്റ് നേതൃത്വത്തിൽ നമ്മൾ കടകൾ പരിശോധിക്കാനും അതുപോലുള്ള പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസിനൊക്കെ മുൻപിൽ തന്നെയാണ് പഞ്ചായത്തും നമ്മുടെ ഒപ്പം സഹകരിക്കുന്നുണ്ട്.